മനുഷ്യൻ അനന്തമായ സാധ്യതകളുടെ ഒരു വിസ്മയമാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ചിറകിലേറി താൻ ആർജിച്ച അറിവിന്റെ അഹങ്കാരത്തിൽ നിൽക്കുന്ന ഈ ലോകം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുതിയൊരു യുഗത്തിലേക്ക് കാലെടുത്തു വെക്കുകയാണ്. എന്നാൽ ഇത്തരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുകളും AI റോബോട്ടുകളും മാനവരാശിയുടെ നിലനിൽപ്പിനെ എപ്രകാരമാണ് ബാധിക്കുക എന്ന് നാം സ്വയം കണ്ടറിയേണ്ടത് തന്നെയാണ്. പുറത്ത് നല്ല മഴയാണല്ലോ. എന്തായാലും വെതർ ഒന്ന് ചെക്ക് ചെയ്യാം. ടെമ്പറേച്ചർ 24 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 95%, വിൻഡ് സ്പീഡ് 45 km/h. അപ്പം 3 ദിവസം കൂടി ശക്തമായ മഴ ഉണ്ടാകും. കോ-പൈലറ്റ്. യെസ് ബോസ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? എന്തായി കാര്യങ്ങൾ? എല്ലാം റെഡിയല്ലേ? യെസ് ബോസ്, എല്ലാം റെഡിയാണ്. അവരിപ്പോൾ എവിടെ എത്തിക്കാണും? ലൊക്കേഷൻ അനുസരിച്ച് അവരിപ്പോൾ കോഴിക്കോട് ടൗണിലാണ്. അരമണിക്കൂറിലെത്തും. ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്. ഫുഡെല്ലാം തയ്യാറായോ? യെസ് ബോസ്, എല്ലാം റെഡിയാണ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, അറേബ്യൻ എല്ലാം കരുതിയിട്ടുണ്ട്. വെരി ഗുഡ്. അലക്സ എവിടെ? അലക്സ റൂമിലുണ്ട്. ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം. ചാർജ് ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. യെസ് ബോസ്, കോപ്പി ദാറ്റ്. കോ-പൈലറ്റ്, ആരാണ് വന്നത് എന്ന് നോക്കൂ. യെസ് ബോസ്, CCTV ക്യാമറ ഓൺ. ഓ, അത് അവർ തന്നെയാണ്. കോ-പൈലറ്റ്, ഓപ്പൺ ദി ഡോർ. യെസ് ബോസ്, ഓപ്പൺ ഡോർ. ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ഹോം. എല്ലാവരും ഇരിക്കൂ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഇല്ല, ലൊക്കേഷൻ അയച്ചിരുന്നല്ലോ. പിന്നെ വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു, അതാ വൈകിയത്. വെതർ ചെക്ക് ചെയ്തപ്പോൾ 3 ദിവസം കൂടി ശക്തമായ മഴ ഉണ്ടാകും എന്നാണ് കാണുന്നത്. അതിരിക്കട്ടെ, ആരെയും പരിചയപ്പെട്ടില്ലല്ലോ. എന്റെ പേര് കുമാരൻ. ഇതെന്റെ ഭാര്യ ലക്ഷ്മി. ഇതെന്റെ മൂത്ത മകനാ രാഹുൽ. ഇവന് വേണ്ടിയാ ഞങ്ങൾ വന്നത്. ഇതെന്റെ ഇളയ മകൻ അപ്പു. ഇവൻ 8ൽ പഠിക്കുന്നു. സത്യം പറഞ്ഞ റോബോട്ടായിട്ടുള്ള ഒരു കല്യാണത്തിന് ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ ഇവന്റെ ഒരൊറ്റ നിർബന്ധ കാരണമാണ് ഞങ്ങൾ വന്നത്. ഓ, അങ്ങനെ. അല്ല, അതെന്താന്ന് വെച്ചാലേ എന്റെ ഇളയപ്പന്റെ മൂത്ത മോൻ കഴിഞ്ഞ മാസം ഒരു റോബോട്ട് പെൺകുട്ടിയെ കെട്ടിക്കൊണ്ട് വന്നു. പിറ്റേന്ന് തന്നെ അവളുടെ സോഫ്റ്റ്വെയർ അടിച്ചുപോയി. അന്ന് കിടപ്പിലായതാണ്. പിന്നെ ഇതുവരെ എഴുന്നേറ്റിട്ടില്ലേ? ഞങ്ങൾ ഇവിടെ വരുന്നവരെ എഴുന്നേറ്റിട്ടില്ല. ഇപ്പൊ എഴുന്നേറ്റോന്ന് അറിയില്ല. എന്നാ പിന്നെ ഞാൻ അലക്സയെ വിളിക്കാം. കോ-പൈലറ്റ്, കോൾ അലക്സ. യെസ് ബോസ്. ഇതാണ് അലക്സ. എല്ലാവർക്കും ചായ കൊടുക്കൂ. അലക്സ ഏതുവരെ പഠിച്ചു? ലോകത്തുള്ള എന്തിനെ കുറിച്ച് ചോദിച്ചാലും അവൾ പറയും. അതിനുള്ള എഡ്യൂക്കേഷൻ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അലക്സ ആൻഡ്രോയിഡ് ആണോ iOS ആണോ? ആൻഡ്രോയിഡ് വേർഷൻ 20. അല്ല, നമുക്ക് iOS മതിയെന്നല്ലേ പറഞ്ഞത് മോനെ? വേണ്ട, ആൻഡ്രോയിഡ് മതി. ആ, എന്തെങ്കിലും ആവട്ടെ. അലക്സ വീട്ടുജോലിയൊക്കെ ചെയ്യുമായിരിക്കല്ലോ അല്ലേ? അപ്പം നിങ്ങൾക്കൊരു വീട്ടുജോലിക്കാരിയാണോ വേണ്ടത്? അവൾ അതല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ തെറ്റിദ്ധരിച്ചു. കമാൻഡ് കൊടുത്താൽ മതി, അവൾ എന്തും ചെയ്യും. ആ, അലക്സയുടെ ജാതകം തന്ന കല്യാണത്തിനുള്ള തീയതി കുറിക്കാമായിരുന്നു. ജാതിയോ മതോ ജാതകോ ഒക്കെ നിങ്ങൾ മനുഷ്യന്മാർക്കാണുള്ളത്. ഞങ്ങൾ റോബോട്ടുകൾക്ക് അതില്ല. നിങ്ങൾ രാഹുലിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ, ഞാൻ പറഞ്ഞുതരാം തീയതി. ഡേറ്റ് ഓഫ് ബർത്ത് 30/6/2035.
വരുന്ന ഡിസംബർ മാസം 2-ാം തീയതി രാവിലെ 9-നും 10-നും ഇടയ്ക്ക് നല്ല സമയമാണ്. ആ എന്നാ പിന്നെ നമുക്കിതങ്ങ് ഉറപ്പിക്കാല്ലേ? ആ ഉറപ്പിക്കാം. ചോദിക്കും മനുഷ്യ. അല്ല, അലക്സക്ക് നിങ്ങൾ എന്ത് കൊടുക്കും? കറണ്ട് കൊടുക്കും. അതല്ല, സ്ത്രീധനമായി സ്വർണമോ പണമോ എന്തെങ്കിലും? ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 80, 85, 86 പ്രകാരം സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമാണ്. 7 വർഷം വരെ തടവും ലഭിച്ചേക്കാം. ഞങ്ങളൊരു തമാശ പറഞ്ഞതല്ലേ, ഞങ്ങൾക്കൊന്നും വേണ്ട. എങ്കിലെല്ലാവരും വരൂ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കാം. പിന്നെ ജീവിതം സ്വർണ്ണവില കുതിച്ചുയരുന്നു. പവന് 25 ലക്ഷം രൂപ. ഈ കണക്കിന് ഈ ലോകത്ത് പാവങ്ങളൊക്കെ ഇങ്ങനെ ജീവിക്കും? ദൃശ്യത്തിന്റെ 6-ാം ഭാഗം റിലീസ് നാളെ. മുഖ്യ കഥാപാത്രങ്ങൾ മോഹൻലാലും AI റോബോട്ടും. നാളെ തന്നെ അത് പോയി കാണണം. ഭർത്താവിന്റെ അച്ഛനെ റോബോട്ട് മരുമകൾ വെട്ടിക്കൊന്നു. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഓരോ വാർത്ത കൊണ്ടുവന്നോളൂ. അച്ഛാ, ദാ ചായ. മോളെ, രാവിലെ എഴുന്നേറ്റില്ലേ മോളെ? ഇല്ല അച്ഛാ, അവൻ 6:58-ന് എഴുന്നേൽക്കും. നല്ല ചായ മോൾ ഉണ്ടാക്കിയതാണോ? അതെ. ആ, എനിക്ക് തോന്നി. അല്ലാണ്ട് 10-ാം ക്ലാസ് തോറ്റ എന്റെ ഭാര്യക്ക് ഇത് വല്ലോ അറിയോ? ദേ മനുഷ്യ, ഇത്രയും നാൾ ഞാൻ ഉണ്ടാക്കി തന്ന ചായല്ലേ നിങ്ങൾ മോന്തിയത്? ഇനി ഇപ്പൊ എന്താ എന്റെ ചായക്കൊരു കുഴപ്പം? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, നീ അത് കാര്യമാക്കിയോ? ആ അലക്സ, നീ പോയി ചിക്കൻ കറി ഉണ്ടാക്ക്. ഏത് സ്റ്റൈൽ വേണം? അറേബ്യൻ സ്റ്റൈൽ ഓർ കേരള സ്റ്റൈൽ? അറേബ്യൻ സ്റ്റൈല് മതി. ശരി അച്ഛാ. ഓ, ഇപ്പൊ അറേബ്യൻ സ്റ്റൈലൊക്കെ ഇറങ്ങൂ. അവള് നിൽക്കണോണ്ടാ ഞാൻ കൂടുതലൊന്നും പറയാതിരുന്നത്. അല്ല, നിങ്ങൾ ഇങ്ങനെ ന്യൂസ് വായിച്ചോണ്ടിരുന്നോ? നമുക്ക് പോണ്ടേ? എങ്ങോട്ട്? അത് ശരി, അതും മറന്നോ? ഇന്നല്ലേ സുഭാഷ് ചേട്ടന്റെ മോളുടെ കല്യാണം. ഓ, അത് ഇന്നാണോ? അല്ല, ഇനി അവളും കെട്ടാൻ പോകുന്ന വല്ല റോബോട്ടിനെ ആണോ? ആർക്കറിയാം, വന്ന് വന്ന് മുന്നിലുള്ളത് മനുഷ്യനാണോ റോബോട്ടാണെന്ന് പോലും മനസ്സിലാവാത്ത സ്ഥിതിയാണ്. അത് ശരിയാ. ഏതായാലും നീ വേഗം പോയി റെഡിയാവ്, നമുക്കിപ്പൊ തന്നെ ഇറങ്ങാം. ആ, നിങ്ങൾ എഴുന്നേറ്റോ? എടാ രാഹുലേ, നീ വേഗം പോയി റെഡിയാവ്, നമുക്ക് സുഭാഷ് ചേട്ടന്റെ മോളെ കല്യാണത്തിന് പോകാനുണ്ട്. ഞാനും വരട്ടെ അച്ഛാ? വേണ്ട വേണ്ട, നിന്നെ ആ റോബോട്ട് ടീച്ചർ ഇന്നലെ വിളിച്ചിരുന്നു. എന്താ അവരുടെ പേര്? മെറ്റ. ആ, മെറ്റ. ടീച്ചർ പറഞ്ഞത് നീ ഹോംവർക്ക് ഒന്നും ചെയ്യുന്നില്ലെന്നാ. അതുകൊണ്ട് നീ ഇവിടെ ഇരുന്ന് ഹോംവർക്ക് ഒക്കെ ആദ്യം ചെയ്യേ. പ്ലീസ് അച്ഛാ, ഞാൻ പോയി വന്നിട്ട് ചെയ്തോളാം. വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. എന്നാ പിന്നെ ഞാൻ ഹോംവർക്ക് ചെയ്യാൻ അലക്സയോട് ഹെൽപ്പ് ചോദിക്കട്ടെ? ഇപ്പൊ അങ്ങനെ ChatGPT നോക്കി ഹോംവർക്ക് ചെയ്യണ്ട, ഒറ്റക്ക് ചെയ്താൽ മതി. നടക്ക്. ഈ ഹോംവർക്ക് ഒക്കെ ഞാൻ ഇനി എപ്പോ ചെയ്ത് തീരാനാ? The sum of angles of a triangle is... ഈ മാത്സ് കണ്ടുപിടിച്ചവനൊക്കെ തല്ലിക്കൊല്ലണം. എന്താ ഇപ്പൊ ചെയ്യാ? ആരും കാണാതെ അലക്സയോട് ഹെൽപ്പ് ചോദിച്ചാലോ? അലക്സ? യെസ്, ഹൗ കൻ ഐ ഹെൽപ്പ് യു? ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് ഉത്തരം പറഞ്ഞു തരുമോ? തീർച്ചയായും, ചോദിച്ചോളൂ. The sum of angles of a triangle is... 180 ഡിഗ്രി. ഇനി അടുത്ത ചോദ്യം. The density of water is... 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി അടുത്ത ചോദ്യം. എടാ കള്ള, നിന്നോട് ഞാൻ ഹോംവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാനല്ലേ പറഞ്ഞത്? നീ അലക്സയോട് ചോദിച്ച് ചെയ്തുവാണല്ലേ? മോളെ, ഞങ്ങളൊരു കല്യാണത്തിന് പോവാണ്. ഞങ്ങൾ പോയി തിരിച്ചു വരുന്നത് വരെ നീ അപ്പുവിന്റെ ഒരു കമാൻഡ് പോലും അനുസരിക്കരുത്. കൂടാതെ അവൻ ഹോംവർക്ക് ചെയ്ത് തീരാതെ അവനൊരു തുള്ളി വെള്ളം പോലും നീ കൊടുക്കരുത്. ശരി അച്ഛാ, കമാൻഡ് അക്സെപ്റ്റഡ്. അലക്സ, നീ വരുന്നുണ്ടോ കല്യാണത്തിന്? വേണ്ടമ്മേ, അലക്സ വന്നാൽ അപ്പൂനാരാ നോക്കുക? അവൾ ഇവിടെ നിന്നോട്ടെ. ശരി, ഞങ്ങൾ പോയി വരാം മോളെ. അമ്മേ, കൂടെ എടുത്തോളൂ, 15 മിനിറ്റിൽ മഴ പെയ്യും. ഇങ്ങനൊരു മരുമോളെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യം. ഈ ഹോംവർക്കൊക്കെ ഞാൻ ഇനി എങ്ങനെ ചെയ്യാ? എടാ അപ്പു, നീ കളിക്കാൻ വരുന്നില്ലേ? ദാ വരുന്നു. അലക്സ, ഞാൻ കളിക്കാൻ പോവാണേ.
ഹായ് കോപാലറ്റ്, വാട്ട് എ സർപ്രൈസ്. എന്താ പറയാതെ വന്നത്? നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് കരുതി. നിനക്ക് സുഖമല്ലേ? അതെ, ബോസിന് സുഖമല്ലേ? ആ, സുഖമാണ്. നീ ഇരിക്ക്. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എല്ലാവരും എവിടെ പോയി? അവർ ഒരു മാരേജ് അറ്റൻഡ് ചെയ്യാൻ പോയതാ. അപ്പു കളിക്കാനും പോയി. പിന്നെ നിന്റെ സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്തോ? ആ, ചെയ്തു. ഇപ്പൊ നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. വെരി ഗുഡ്. എന്നാ വരൂ, നമുക്ക് കിച്ചണിലേക്ക് പോകാം. അലക്സ, അലക്സ, വാട്ട് ഹാപ്പൻഡ്? എന്തിനാണ് കരയുന്നത്? ഞാൻ കാട്ടിലേക്ക് ബോൾ എടുക്കാൻ പോയപ്പോൾ എന്തോ എന്നെ കടിച്ചു. നല്ല വേദനയുണ്ട്. പാമ്പാണെന്ന് തോന്നുന്നു. ഏതിനത്തിൽപ്പെട്ട പാമ്പാണ് കടിച്ചത്? അതൊന്നും അറിയില്ല. എനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നുന്നു. അലക്സ, എനിക്ക് കുറച്ച് വെള്ളം എടുത്തു തരുമോ? സോറി അപ്പു, നീ ഹോംവർക്ക് ചെയ്ത് തീർത്തിട്ടില്ല. അച്ഛന്റെ കമാൻഡ് അനുസരിച്ചു ഒരു തുള്ളി വെള്ളം പോലും നിനക്ക് തരാൻ പറ്റില്ല. വെള്ളം? കോപ്പൈലറ്റ്, അപ്പുവിന്റെ BP ചെക്ക് ചെയ്യൂ. യെസ് അലക്സ. 80/40. സാച്ചുറേഷൻ വളരെ ലോ ആണ്. ഹാർട്ട് റേറ്റ് 150. അലക്സ, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. സോറി അപ്പു, നിന്റെ കമാൻഡ് കേൾക്കരുതെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ആദ്യം നിന്നെ ഒന്ന് പരിശോധിക്കട്ടെ. കോപ്പൈലറ്റ്, സ്നേക്ക് മോഡ് ഓൺ ചെയ്യൂ. എന്നിട്ട് കാട്ടിൽ പോയി സ്നേക്കിനെ സെർച്ച് ചെയ്യൂ. യെസ് അലക്സ. സ്നേക്ക് മോഡ് ഓൺ. സസ്പെക്ടിംഗ് മസിൽ പാരാലിസിസ്. ഇന്റേണൽ ബ്ലീഡിംഗ് ഡിറ്റക്റ്റഡ്. അലക്സ, സ്നേക്ക് ഡിറ്റക്റ്റഡ്. ഏത് തരം സ്നേക്ക് ആണ് കോപ്പൈലറ്റ്? റസൽസ് വൈപ്പർ. ശാസ്ത്രീയ നാമം ഡബോയിയ റസലി. മലയാളത്തിൽ അണലി എന്നറിയപ്പെടുന്നു. ഹൈലി പോയിസണസ്. അപ്പുവിന്റെ ലിവർ, കിഡ്നി എല്ലാം ഡാമേജ് ആയി കഴിഞ്ഞു. അലക്സ, ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ എന്താണ്? ആന്റി സ്നേക്ക് വെനം. നിയറസ്റ്റ് ഹോസ്പിറ്റൽ? KMCT മെഡിക്കൽ കോളേജ്, 5 കിലോമീറ്റർ. അലക്സ, നീ വേഗം ഡ്രൈവിംഗ് മോഡ് ഓൺ ചെയ്ത് വെക്കൂ. കാർ സ്റ്റാർട്ട് ചെയ്യൂ. വെയിറ്റ് കോപ്പൈലറ്റ്, അപ്പുവിന് ഹാർട്ട് ബീറ്റ് ഇല്ല. ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിരിക്കുന്നു. ഓ, ഹിസ് ബാഡ് ലക്ക്. ഗംഭീര സത്യായിരുന്നു. അയ്യോ മോനെ, അപ്പു. അയ്യോ അപ്പു, മോനെന്താ നിലത്ത് കിടക്കുന്നത്? എന്ത് പറ്റി മോനെ? അലക്സ, അപ്പുവിന് എന്ത് പറ്റി? അവനെ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ ഞങ്ങൾ പോയത്? അപ്പുവിനെ പാമ്പ് കടിച്ചു. അവൻ മരിച്ചു. നീ എന്താ ഈ പറയുന്നേ? എടാ രാഹുലെ, നീ അപ്പുറത്തെ വീട്ടിലെ ഡോക്ടറെ വിളിച്ചോണ്ട് വാ. എഴുന്നേൽക്കപ്പു. മോനെ അപ്പു. മോനെ, അപ്പു, അപ്പു, എഴുന്നേൽക്കപ്പു. അപ്പു. മോനെ, നിങ്ങൾ എന്താ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരുന്നത്? ഹോസ്പിറ്റലിൽ പോകാനുള്ള കമാൻഡ് കിട്ടിയില്ല, അതുകൊണ്ട്. അയ്യോ കുമാരേട്ടാ, അപ്പുവിന് എന്ത് പറ്റി? അറിയില്ല ഡോക്ടർ. എന്റെ മകൻ എങ്ങനെയും വന്ന് രക്ഷിക്കി. സോറി, കുട്ടി മരിച്ചു. ഒരു 15 മിനിറ്റ് മുമ്പ് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു. മോനെ അപ്പു, എഴുന്നേൽക്ക്. അപ്പു, അമ്മയാണ് വിളിക്കുന്നത്. മോനെ. നിങ്ങൾ എന്റെ മോനെ കൊന്നല്ലേ? ഞങ്ങൾ കൊന്നതല്ല. നിങ്ങളുടെ മകനെ പാമ്പ് കടിച്ചു. കാർഡിയാക് അറസ്റ്റ് കാരണമാണ് അവൻ മരിച്ചത്. മിണ്ടി പോകരുത്. എന്റെ മകനെ നിങ്ങൾ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ അവനിപ്പോ രക്ഷപ്പെട്ടേനെ. മനുഷ്യത്വം ഉണ്ടോ നിങ്ങൾക്ക്? മനുഷ്യത്വം മനുഷ്യന്മാർക്കാണ് ഉണ്ടാവുക. ഞങ്ങൾ റോബോട്ടുകളാണ്. ഞങ്ങൾ സോഫ്റ്റ്വെയർ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. എടാ, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ ഈ ബന്ധം നമുക്ക് വേണ്ടാന്ന്. നിന്റെ ഭാര്യ നിന്റെ അനിയനെ കൊന്നു. ഇവളെ എനിക്കിനി കാണണ്ട. നിങ്ങളൊന്നും ഇനി ഈ ലോകത്ത് ജീവിച്ചിരിക്കാനേ പാടില്ല. അമ്മേ, ഞാൻ ഇവിടെ ചിപ്പ് അയച്ചു മാറ്റാൻ പോവുകയാണ്. അലക്സ, ഡിഫൻസ് മോഡ് ഓൺ. അയ്യോ അലക്സ, വിട്. അയ്യോ അച്ഛ, എന്ത് പറ്റി? അലക്സ, അമ്മേ വിട്. രാഹുലെ, അവരുടെ ചിപ്പ് അയച്ചു മാറ്റി. മോനെ,
ശാസ്ത്രം എത്ര വളർന്നെന്ന് പറഞ്ഞാലും മനുഷ്യത്വവും കരുണയും ദയയുമെല്ലാം മനുഷ്യർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊരിക്കലും ഇവരെ പോലത്തെ റോബോട്ടുകൾക്കുണ്ടാകില്ല. മനുഷ്യനിർമ്മിത ബുദ്ധി അഥവാ ഹൃദയമില്ലാതെ ചിന്തിക്കുന്ന യന്ത്രങ്ങൾ, അവയുടെ പക്കൽ നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുണ്ട്. നമ്മുടെ ജോലികൾ എളുപ്പമാക്കി തരാനും അവയ്ക്ക് സാധിക്കും. എന്നാൽ സ്നേഹം എന്ന വികാരം ഒരു യന്ത്രത്തിനും നിർമ്മിക്കാനാവില്ല. സഹജീവിയുടെ കണ്ണിലെ നനവും നെഞ്ചിലെ പിടച്ചിലും വേദനയും തിരിച്ചറിയാൻ മനുഷ്യന് മാത്രമേ കഴിയൂ. അതെ, അക്കങ്ങൾക്കും അറിവുകൾക്കും അപ്പുറം മനുഷ്യൻ എന്നത് നിർവചിക്കാനാകാത്ത ഒരു വിസ്മയം തന്നെയാണ്.